അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഒരു സദ്യ സ്പെഷ്യൽ ബീട്രൂട്ട് പച്ചടിയുടെ റെസിപ്പിയാണ്. ഇനി ഇത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് വീഡിയോയിലോട്ട് പോവാം. ഇവിടെ ഞാൻ വലിയ 2 ബീട്രൂട്ടാണ് ചെറിയ പീസായി കട്ട് ചെയ്തത് ഒരു കുക്കറിലിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ 1 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. വെള്ളത്തിൻ്റെ അളവ് കൂടിപ്പോവരുത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ 1/2 ടേബിൾ സ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി അതൊരു 3 വിസിൽ വരെ മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം. ഇവിടെ ഞാൻ 6 പച്ചമുളക് എടുത്തിട്ടുണ്ട്, 3 പിടി തേങ്ങ ചിരകിയതും, ഒരു 4 ഇല്ലി വെളുത്തുള്ളിയും ഇതിലോട്ട് ചേർത്ത് ഈ തേങ്ങയിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി 1 ടീസ്പൂൺ കടുകും, ഒരു 1/4 ടേബിൾ സ്പൂൺ ചെറിയ ജീരകവും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇഞ്ചി ചേർത്തും ഇത് തയ്യാറാക്കാവുന്നതാണ്. ഇവിടെ ഞാൻ വെളുത്തുള്ളി ചേർത്താണ് ഇത് ഉണ്ടാക്കുന്നത്. ഇനി ഇത് അരച്ചെടുക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളത്തിൻ്റെ അളവ് കൂടിപ്പോകരുത്. ബീട്രൂട്ട് വേവിക്കുന്നതിലും അരക്കുന്നതിലും വെള്ളത്തിൻ്റെ അളവ് കൂടാതെ ശ്രദ്ധിക്കണം. ഇനി ഈ വെന്ത ബീട്രൂട്ട് നമുക്കൊന്നൊരു പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. ഇത് ഞാൻ മിക്സിയിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. മീഡിയം ഫ്ലെയിമിലിട്ട് 3 വിസിൽ വരെ വേവിച്ചെടുത്താൽ മതി. ഇതിലേക്ക് വെള്ളം ചേർക്കാതെയാണ് ഞാൻ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതുപോലെ അരച്ചെടുക്കുക. ഇനി ഇത് ഞാൻ ഒരു പാനിലിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഈ ബീട്രൂട്ട് ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ഈ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ അരപ്പ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഈ തേങ്ങയുടെ അരപ്പ് ഈ ബീട്രൂട്ടിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇതൊന്ന് വേവിച്ചെടുക്കാൻ. ഇനി ഈ തേങ്ങയും ബീട്രൂട്ട് പേസ്റ്റും നല്ലോണം മിക്സ് ചെയ്ത് ഇതൊന്ന് തിളക്കുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇതിൽ നിന്നും ഒരു ബബിൾ വരുന്നത് പോലെ വരും. ഇതുപോലെ ഒരു 5 മിനിറ്റ് ഇങ്ങനെ ഒന്ന് ഈ ബീട്രൂട്ട് ഈ തേങ്ങയും ഒന്ന് വേവിച്ചെടുക്കാം. ഇനി ഇതിൽ ബീട്രൂട്ട് വേവാൻ ആവശ്യത്തിനുള്ള ഉപ്പാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതൊരു 5 മിനിറ്റ് വേണമെന്നില്ല, ഒരു 3 മിനിറ്റ് ഇതിങ്ങനെ ഒന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലോട്ട് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം വേണം ഇതിലേക്ക് കട്ടയില്ലാത്ത തൈര് ചേർത്ത് കൊടുക്കാൻ. ഇവിടെ ഞാൻ 1/2 കപ്പ് തൈരാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഈ തൈര് തീരെ പുളിയില്ലാത്തതുമാകരുത്, നല്ല പുളിയുള്ളതുമാകരുത്. ഒരു നേരിയ പുളിയുള്ള തൈര് വേണം ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ. ഫ്ലെയിം ഓൺ ചെയ്യാൻ പാടില്ല. തൈര് ചേർക്കുമ്പോൾ ഫ്ലെയിം ഓൺ ചെയ്യരുത്. ഫ്ലെയിം ഓൺ ചെയ്യരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം, എങ്കിൽ ഇത് കേടുവരും. ഇനി ഇത് കട്ടയുള്ള തൈരാണെങ്കിൽ ഒന്ന് മിക്സിയുടെ ജാറിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് ഞാൻ ഉപ്പിൻ്റെ കുറവുണ്ട്, അത് കാരണം ഒരു 1/4 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ തൈര് ചേർത്തതിന് ശേഷം ടേസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് ചൂടാക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് ഞാനൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ പഞ്ചസാരയും ഇത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്, പക്ഷേ പഞ്ചസാര ചേർത്ത് കൊടുത്താൽ വളരെ ടേസ്റ്റി ആയിരിക്കും. ഇനി നമുക്ക് ഇതൊന്ന് കടുകിട്ട് വറുക്കാം. ഒരു പാനിലോട്ട് ഞാൻ 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ എണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ അതിലോട്ട് 1/2 ടേബിൾ സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. ഈ കടുക് ഒന്ന് പൊട്ടിക്കഴിഞ്ഞാൽ ഇതിലോട്ട് ഞാൻ വറ്റൽമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. 3 വറ്റൽമുളക് പീസാക്കി കട്ട് ചെയ്തതും ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ മുളക് ഒന്ന് കളർ ചേഞ്ച് വന്നു കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം വേണം കറിവേപ്പില ചേർത്ത് കൊടുക്കാൻ. ഇവിടെ ഞാൻ 1 പിടി കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്.
ഇനി ഇവ നല്ലോണം എണ്ണയിലിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ബീട്രൂട്ടിലോട്ട് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സദ്യ സ്പെഷ്യൽ ബീട്രൂട്ട് പച്ചടി ഇവിടെ റെഡിയായി. ഇതുപോലെ ഒരു വട്ടമെങ്കിലും ട്രൈ ചെയ്ത് നോക്കൂ, തീർച്ചയായും ഇഷ്ടമായിരിക്കും. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ അസ്സലാമു അലൈക്കും.